ഷൊർണൂരെത്തി, ഷൊർണൂരിൽ നിന്ന് വേലാറ്റൂരെത്തി. അങ്ങനെ യാത്രക്കാർ കൊണ്ടേ അന്തപുരത്തിൽ മഹാരാജ്. കടമുണ്ട് മക്കളെ, കടമുണ്ട്, ഒരുപാട് കടമുണ്ട്. കടം വീടിയിട്ട് വേണം നയിക്കാൻ, അതും സ്വന്തം മക്കൾക്കാണ്. ഇതൊക്കെ റോഡ് പണിയാണ്, ഗേറ്റ് പണിക്ക്. അങ്ങനെ ഞാനതാ നോക്കുന്നത്, എന്താ കാണാത്തത്? അത് കണ്ടപ്പോൾ അതിനെ പോകും തിരിച്ച്. അങ്ങനെ ഗായ്സ്, ഞാൻ എൻ്റെ ഇനി എത്ര മണിക്കാ? ഇനിയുള്ള ട്രെയിൻ ഇവിടുത്തെ പട്ടിക്കാട്. ഇനിയുള്ളത് 10:30ക്കാണ്. ഇന്നത്തെ ബ്ലോഗ് ഇത്ര. പക്ഷേ ഞാൻ ഇതിൻ്റെ മുൻഭാഗം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു സംവിധാനമില്ല, ഇവിടെ ജസ്റ്റ് ഷോപ്പുണ്ട് എന്നല്ലാണ്ട് ഒരു വൃത്തിയ സംവിധാനം ഇവിടെ ഉള്ളതാണ്. ഒരു എന്താ വണ്ടി പാർക്കിങ്ങിനോ പിന്നെ ബാത്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ പിന്നെ ഓട്ടോറിക്ഷക്കാരെ ഞാൻ വിളിക്കുകയാണെങ്കിൽ, ഞാൻ നൈറ്റാണ് വരാറ്. നൈറ്റ് ഞാൻ വരുന്ന സമയത്ത് വണ്ടി വിളിച്ചാൽ കണ്ടോ സാർ, ഇപ്പോൾ നേരത്തെ കണ്ടോ? നിങ്ങൾ ആരാ ഉള്ള ഇതിൽ? ആരാ വരാനുള്ളത്? കുടുംബക്കാരാ? എത്ര മണിക്കാണ് വരിക? ഇതാ ലൈവായിട്ടാണ് സാറ് കണ്ടില്ലേ ഇപ്പോൾ പറഞ്ഞത്. ഇതിലാരാ ഇപ്പോൾ ഇതിലുണ്ടായിരുന്നല്ലോ. ഇതാ നമ്പർ കേട്ടോ, ഈ വണ്ടീൻ്റെ ഇന്നെ കാണേ പോയതാണ്. ഇതിലാരാ? നമ്മുടെ വണ്ടീനെത്തിക്ക്. നിങ്ങളേട്ടാ പോണേ? എന്നാൽ നിങ്ങൾക്ക് ആരൊക്കെ പോകണ്ടോ? ആരാ വരുന്നത്? അല്ല വെയിറ്റ് ചെയ്യണത് നിങ്ങൾ ആരാ? യാത്രക്കാരെ? ഏത് യാത്രക്കാരെ? ഞാൻ യാത്രക്കാരിയല്ലേ? ഇന്നോട് നൈറ്റ് ചെയ്യുന്നവർക്കാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും വണ്ടി ഉണ്ടാവും? എന്നാൽ പിന്നെ നിങ്ങളെ വണ്ടിയിൽ ഇങ്ങോട്ട് സാറിൻ്റെ അടുത്തേക്ക് വരൂ. അപ്പോൾ സാറ് മറുപടി തന്നാൽ മതി. ഇത് പരാതി കൊടുക്കാനുള്ളതാണ്. നൈറ്റ് രാത്രി വരുന്ന നമ്മളെ ആളുകളെ വലിയ വിടുന്നില്ല. ഇവരെന്താ പറയുന്നറിയോ? ആള് വരാണ്ടെന്ന്. അത് കോടതിയിൽ ഒരു പറയട്ടെ, അതിനാണ്. അപ്പോൾ സാറേ ഇടപെടണ്ട. ഇവരൊക്കെ നമ്മളെ യാത്രയിൽ കൊണ്ടുപോകുന്ന വ്യക്തികളാണ് കേട്ടോ. ഇവർ കൊണ്ടുപോകണാണ്, ഇവർ രാത്രി ഉണ്ടാവലില്ല. പിന്നെ നിങ്ങൾ രാത്രി ഉണ്ടാവില്ലേ? നിങ്ങൾ കൊണ്ടുപോയില്ല എന്നാ? സാറ് ഇവർ കൊണ്ടുപോയതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവരൊക്കെ മാന്യമായിട്ട് സംസാരിച്ചിട്ട് വരുന്നത്. രാത്രി നമ്മൾ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാണ്ട് കൊണ്ടുപോകുന്ന യാത്രക്കാരാണ്, ഡ്രൈവർമാരാണ് ഇതവര്. മനസ്സിലായോ? ഇവരെ രാത്രി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു ആൾ വണ്ടി എടുത്ത് പോയി. പിന്നെ ഇവരും എന്നെ കൊണ്ടുപോകണമാണ് രാത്രി. ഞാനല്ല, രാത്രി എവിടെ വിളിച്ചാലും കൊണ്ടുപോകുന്ന ഡ്രൈവറാണ് ഇവരും. പിന്നെ ഇവരെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ കണ്ടിക്കുന്നോന്ന് അറിയില്ല. അല്ല, ഇതാണ് നമ്പർ. ഓലെ ഞാൻ കണ്ടിട്ടുമില്ല, ഓലെ ഞാൻ വിളിച്ചിട്ടുമില്ല. അപ്പോൾ പ്രോബ്ലം ഇല്ല. ഇവരും ഞാൻ കണ്ടിട്ടില്ല, എന്നെ കണ്ടിക്കണോ അറിയില്ല, വിളിച്ചിട്ടില്ല, പ്രോബ്ലം ഇല്ല. ഇത് കളതാ, ഇവര് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വിളിച്ചിട്ടില്ല, പ്രോബ്ലം ഇല്ല. ഓക്കെ. അപ്പോൾ ഇവർ ഈ ഓട്ടോക്കാർ ചെയ്യണത് എന്താണെന്നറിയോ? നമ്മളെ യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുക. നമ്മൾ ബൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇവരെ വിളിക്കൂല സാറേ. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ബുദ്ധിമുട്ട്
ടോയ്ലറ്റ് ഉണ്ട്, അത് പൂട്ടിയിടുക. ഫാനുണ്ട്, വർക്കിംഗ് ഇല്ല. ഫാനുള്ളത് ഓല ഓഫീസിൽ വർക്കിംഗ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ വരുമ്പോൾ മാത്രം ഞാൻ പറഞ്ഞാൽ മാത്രം ഫാൻ ഓഫ് ചെയ്യും, ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ പരിസരങ്ങൾ കണ്ടോ, പരിസരങ്ങൾ ഫുള്ള് വൃത്തികേടാണ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വൃത്തികേടാണ്. നമ്മളൊരു സ്റ്റാഫിന് അല്ലെങ്കിൽ ഒരു ആളുകൾ വന്നാൽ ഇരിക്കാനുള്ള ഉണ്ടോ 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 ഒരു ബാത്റൂം ഉണ്ട്, ആ ബാത്റൂം ഫുൾ ടൈം ലോക്കാണ്. ലോക്കാണ്. ഒരാൾക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകേണ്ടി വന്നാൽ ഇവിടെ ആളില്ല. ഇവിടെ കൊടി കാണിച്ച് ടിക്കറ്റ് കൊടുത്തുപോലെ പോയി കഴിഞ്ഞാൽ ഒരു യാത്രക്കാർക്ക് ബാത്റൂമിൽ പോകാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. കണ്ടോ ഉണ്ടോ? പിന്നെ ഇപ്പോൾ അടുത്ത ട്രെയിനിൻ്റെ ഇതിന് അവിടെ വർക്ക് തുടങ്ങേണ്ടി നിൽക്കുകയാണ്. അവിടെ വർക്ക് നടക്കുകയാണ്. കണ്ടോ, ഈ ഒരൊറ്റ ട്രാക്കേ ഉള്ളൂ. അടുത്ത ട്രാക്ക് വർക്ക് തുടങ്ങേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴും തമാശ പറയും പോലെയല്ല. കാരണം എന്താണ്, ഇവിടുത്തെ മാനേജ്മെൻറ്റാണ് ഇതൊക്കെ നോക്കേണ്ടത്. നമ്മൾ കയറി ഇരിക്കുന്നതിന് 10 റുപ്യ അല്ലാണ്ട് പൈസ ഒക്കെ കൊടുക്കുന്നതല്ലേ. നമ്മൾ ഗവൺമെൻറ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നതിന് നിങ്ങൾ 10 റുപ്യ വാങ്ങുന്നുണ്ട്, എല്ലാത്തിനും പൈസ വാങ്ങുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഓരോരോ സംഗതികളും ഓരോരോ വർക്കുകളും ഓരോരോ സ്റ്റാൻഡേർഡിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദാ ട്രെയിനിൻ്റെ പോകാനല്ല വേണ്ടോ, അത് നിങ്ങൾ പറയേണ്ടവരോട് പറഞ്ഞാൽ മതി. ഞങ്ങളെ പറ്റൊന്നും പറഞ്ഞില്ല. ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഹോട്ടലുണ്ട്, എല്ലാ ഫുഡും നല്ല സൂപ്പറാണ്, വൃത്തിയിൽ കൊടുക്കുന്നതാണ്. ആളുകൾ വന്നാൽ ഒരു നല്ലോണം കൈകാര്യം ചെയ്യുന്നതാണ്. പിന്നെ ഇതാണ് ഒരു വഴി. ഈ വഴി തന്നെ കുണ്ട് കുഴി. ഒരു ഗർഭിണിയോ ഒരു സുഖമില്ലാത്ത ഒരു ഊരവേദനൻ്റെ ആൾ വന്നാൽ യാത്ര ചെയ്യാൻ പറ്റാത്ത കോച്ചിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് ബോട്ട് കിട്ടണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണമല്ലോ. കണ്ടോ റോഡ് ഉണ്ടോ? നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിന് ബോട്ട് കിട്ടുക 5 വർഷം നിങ്ങൾ ഇതാക്കുക. അത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒന്ന് ഇതേമാതിരി ഇവിടെ റോഡ് ഉണ്ടോ? അപ്പം അതിനുള്ള പരിഹാരം കണ്ടേ പറ്റൂ.